നാളെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു തട്ടിക്കൂട്ട് വട്ടയപ്പായാലോ. അപ്പോൾ അതെ ബാക്കിയുള്ള ദോശമാവാണ് കേട്ടോ അത്. രാവിലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങ ചിരകിയത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് 2 കയ്യിൽ മാവും കൂടി കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അരച്ചെടുത്ത ആ ഒരു മിശ്രിതം നമ്മുടെ ബാക്കി ഇരിക്കുന്ന മാവിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു 4-5 ഏലക്കായ അതേ എടുത്ത് ചൂടാക്കി കൊണ്ടുവന്ന് നമ്മുടെ ഇടികല്ലിലിട്ട് നന്നായി ഇടിച്ചെടുത്തതേ അതിനെ ഇതിലേക്കാണ്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയ സമയം കൊണ്ട് ഞാൻ അവിടെ ഇഡ്ഡലി ചെമ്പൊക്കെ പാകാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പോൾ അതേ പ്ലേറ്റിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു. അതിന് ശേഷം വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തു. നേരെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു 15 മിനിറ്റാണ് വേവിച്ചെടുത്തു. ആഹാ, കാണാൻ എന്താ രസമല്ലേ. നമ്മുടെ അടിപൊളി വട്ടയപ്പം റെഡിയായി. പക്ഷെ എന്താണെന്നറിയില്ല, ചെറുപ്പം തൊട്ട് ഒറിജിനൽ വട്ടയപ്പം കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ആ ഒരു വട്ടയപ്പത്തിന്റെ പോലെ തോന്നിയില്ല. എന്നാലും ഒരു ഓക്കെ വട്ടയപ്പായിരുന്നു കേട്ടോ. നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണേ.